إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ജീവിതത്തിന്റെ ഓട്ടത്തിനിടക്ക് ഒരു സ്റ്റോപ്പ് നൽകി ആ ജീവിതത്തെ മുഴുവനായി ഒന്ന് വീക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അതൊരു റൂട്ടീനായി മാറുകയും ആ ഒരു പാതയിലൂടെ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരികയും ചെയ്യും. അതിന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തു നിന്ന് ഒരാൾ വീക്ഷിക്കുന്നത് പോലെ അതിനെ നിരൂപണം ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സൂറത്ത് മുനാഫിഖൂനിലെ 9-ാമത്തെ ആയത്ത് നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ സിക്രില്ലാഹ് ولا أولادكم عن ذكر الله ومن
يفعل ذلك فأولئك هم الخاسرون. അല്ലാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം ഉണർത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഉണർത്തുന്ന കാര്യം ഈമാനുള്ള ആളുകളെ വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വിശ്വാസം സ്വീകരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലാഹു തആല വിളിച്ചുകൊണ്ട് അവരെ ഉണർത്തുന്ന കാര്യം എന്താണ്? ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അംവാലുകും നിങ്ങളുടെ സമ്പത്ത്, വലാ ഔലാദുകും നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ധനവും നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അൻ ദിക്രില്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഉണർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു തആല തുടർന്നുകൊണ്ട് പറയുകയാണ്, വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അവരുടെ സമ്പത്തും അവരുടെ ധനവും അവരുടെ മക്കളും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട് എങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ എന്ന് അല്ലാഹു തആല പറയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ പുറത്തു നിന്ന് വീക്ഷിക്കുന്നത് പോലെ നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത് ദീനിൽ നിന്ന് നമ്മളെ തടയുന്നുണ്ടോ? അമൽ സ്വാലിഹാത്തുകളിൽ നിന്ന് നമ്മളെ തടയുന്നുണ്ടോ? ഖുർആൻ പാരായണത്തിൽ നിന്ന് നമ്മളെ തടയുന്നുണ്ടോ? അതേപോലെ തന്നെ അൻ ഇദാമത്തി ദിക്ർ, ദിക്റിനെ തുടർത്തുന്നതിൽ നിന്ന് നമ്മൾ തടയുന്നുണ്ടോ? അൻ സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന്, ജമാഅത്തായി നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നുണ്ടോ? ലഹാഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഹസൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ജമീഉൽ ഫറായിദ്, എല്ലാ നിർബന്ധ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ നിന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മളെ തടയുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. ഈ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. നാളെ മരിച്ചു ചെന്നിട്ട് പരലോകത്തിൽ എത്തിച്ചേരുമ്പോ നമ്മുടെ ശിക്ഷയെ അതിനെ കുറക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുവാനോ ഉണ്ടാവുകയില്ല. ജീവിതകാലം മുഴുവനും ഈ പറയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, സമ്പത്ത് സ്വരൂപിക്കുവാനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, ഖുർആൻ ക്ലാസുകളിൽ നിന്ന് നമ്മളെ തടയുന്നത് നമ്മുടെ ജോലിയാണ് എങ്കിൽ, പ്രവാസ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനീ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ, ദിക്റുകൾക്ക് നമ്മൾക്ക് സമയമില്ല എങ്കിൽ, ഖുർആൻ പാരായണങ്ങൾക്ക് നമ്മൾക്ക് സമയമില്ല എങ്കിൽ, നമുക്ക് എന്തിനു മാത്രമേ സമയമുള്ളൂ? നമ്മുടെ ദവാമ്, നമ്മുടെ ജോലി, ആ ജോലിയുടെ ആ ഒരു ടൈം, ഡ്യൂട്ടി ടൈം, ആ ടൈം അത് കഴിഞ്ഞിട്ടോ റെസ്റ്റ് എടുക്കുക, പിന്നെയോ വീണ്ടും ഡ്യൂട്ടിക്ക് പോവുക. ഇതാണ് നമ്മുടെ റൂട്ടീൻ എങ്കിൽ ഒന്ന് പോസ് ചെയ്യേണ്ടതിരിക്കുന്നു. ജീവിതത്തെ ഒന്ന് പോസ് ചെയ്ത് നിർത്തി ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ നോക്കുന്നത്? എന്താണ് നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? കൊണ്ടുപോകാൻ എന്താണുള്ളത്?
നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത് എന്നതിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം പിക്നിക്കിന് പോകാനും കുടുംബത്തോടൊപ്പം മാളുകളിൽ ചുറ്റിക്കറങ്ങാനും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ആ കുടുംബത്തോടൊപ്പം ദീനീ ക്ലാസുകളിൽ പങ്കെടുക്കാൻ, ആ കുടുംബത്തോടൊപ്പം ഖുർആൻ പഠിക്കാൻ, ആ കുടുംബത്തോടൊപ്പം ജുമുഅക്ക് വരാൻ നമ്മളെന്ത് ചെയ്യുന്നു? മറ്റുള്ള കാര്യങ്ങൾക്ക്, ദുനിയാവിലെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നു. സമ്പാദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു. ആ സമയത്തിൽ ഒരു നീക്കുപോക്കും നമ്മൾ നടത്തുന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കുപോക്കും നമ്മൾ ചെയ്യുന്നില്ല. പരലോകത്തിന്റെ കാര്യത്തിലാണ് മുഴുവൻ നീക്കുപോക്കുകളും എങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടേ. അല്ലാഹു തആല സൂറത്ത് ബഖറയിലെ 86-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, ഉലൈകല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയാ ഉലൈകല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. പരലോകത്തെ വിറ്റ് ദുനിയാവിനെ വാങ്ങിയവർ, പരലോകത്തെ വിറ്റ് ദുനിയാവിനെ വാങ്ങിയവർ, അവരാണവർ. അത് എത്രമാത്രം കച്ചവടമാണ്, എത്രമാത്രം നഷ്ടമുണ്ടാക്കുന്ന കച്ചവടമാണ്. ദുനിയാവിനെ പറ്റി റസൂലുള്ള പറഞ്ഞല്ലോ, നമുക്ക് പറഞ്ഞു തന്നല്ലോ. ഒരു സമുദ്രത്തിലെ വിരൽ മുക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രമാത്രമാണ് വിരലിനുണ്ടാവുക അല്ലെ? പരലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് സൂറത്ത് മആരിജിൽ അല്ലാഹു തആല പറഞ്ഞു, 50,000 സന, 50,000 വർഷങ്ങൾ കാലദൈർഘ്യമുള്ള ഒരു ദിവസമാണ് പരലോകത്തിലെ ദിവസം. അവിടെ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, അത് ഖാലിദീന ഫീഹാ, അത് ശാശ്വതരാണ്. സ്വർഗീയവാസം ശാശ്വതമാണ്. നരകത്തെ പറ്റിയും അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടി പരലോകത്തെ കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യുകയാണ് എങ്കിൽ, നമസ്കാരത്തിൽ കോംപ്രമൈസ്, നീക്കുപോക്കുകൾ, ജമാഅത്തില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഫർളായ നമസ്കാരങ്ങൾ പോലും നമസ്കരിക്കാത്ത ആളുകൾ, മുസ്ലിങ്ങളുടെ പേരിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ, അവർ നമസ്കാരം, നിർബന്ധ നമസ്കാരം പോലും നമസ്കരിക്കാതെ ജോലികളിൽ മുഴുകുന്ന ആളുകൾ. ഇതിലൊക്കെ നമ്മൾ പെടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. കുടുംബം നമ്മളെ, ഇത് സമ്പത്ത്, ധനം, അംവാൽ എന്ന് പറഞ്ഞത്. ഇനി മക്കള്, കുടുംബം. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല സൂറത്ത് തഗാബുനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും അദുവ്വുൻ ലകും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്ത് ശത്രുക്കളാണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ലൈസൽ മുറാദ് മിൻ ഹാദിഹിൽ അദാവ മാ യഫഹമു കസീറുൻ മിനൻ നാസി അന്നഹാ അദാവത്തുൽ ബഗ്ളാഇ വൽ മുഹാദ്ദ. ഇവിടെ പറയപ്പെട്ട അദാവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുത അല്ലെങ്കിൽ ശത്രുവാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്വേഷം കൊണ്ടുള്ള ശത്രുതയല്ല. നേരെ മറിച്ച് അത് മഹബ്ബത്ത് കൊണ്ടുള്ളതാണ്. ബൽ ഇന്നമാ ഹിയ അദാവത്തുൻ ലിമഹബ്ബത്തി സ്വാദ്ദ ലിൽ ആബായി അനിൽ ഹിജ്റതി വൽ ജിഹാദി എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാം. എന്ന് പറഞ്ഞാൽ ഈ ശത്രുത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം കൊണ്ട് അമൽ സ്വാലിഹാത്തുകളിൽ നിന്ന് നമ്മുടെ മക്കൾ നമ്മളെ തടയുന്നു.
നമ്മുടെ ഇണകൾ നമ്മളെ തടയുന്നു. ഇന്ന് നമുക്ക് ഖുർആൻ ക്ലാസ്സിന് പോകണ്ട, ഇന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, ഇന്ന് പാർക്കിലേക്ക് പോകാം, ഇന്ന് പിക്നിക്കിന് പോകാം, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാളിലേക്ക് പോകാം. ഇങ്ങനെ തടയുന്നത് മക്കളുടെ ചില ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിൽ നിന്ന് നമ്മളെ തടയുന്നത്, ഇടകൾ തടയുന്നത്, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി പറയുന്നത്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, ഒരാള് അയാളുടെ ഇണ ഖതീഅത്തുർ റഹം, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി പറയാണ്, അല്ലെങ്കിൽ മഅസിയത്തുർ റബ്ബി, അവന്റെ രക്ഷിതാവിന് എതിര് പ്രവർത്തിക്കാൻ വേണ്ടി, തിന്മ പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ അവരോടുള്ള സ്നേഹം കാരണം അവനിത് ചെയ്യുന്നു, നിർബന്ധിതനാകുന്നു. തിന്മ ചെയ്യാൻ അവൻ നിർബന്ധിതനാകുന്നു. അപ്പോ എന്താ, ഇതാണ് ഈ പറയപ്പെട്ട ആയത്തിന്റെ അർത്ഥം. നമ്മുടെ മക്കൾ കാരണം, നമ്മുടെ ഇണകൾ കാരണം നമ്മൾ നന്മയിൽ നിന്ന് മാറി നിൽക്കുന്നു. അവർ നന്മയെ തൊട്ട് നമ്മളെ തടയുന്നു. അതുകൊണ്ട് അവർ നിങ്ങളെ സൂക്ഷിക്കണം. മറ്റൊടുക്ക പറഞ്ഞത് ഫിത്നത്തുൻ, നിങ്ങൾക്ക് പരീക്ഷണങ്ങളാണ് എന്നാണ്. അല്ലാഹു തആല പറഞ്ഞു പരീക്ഷണങ്ങളാണ്. ഈ കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായി ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം, ഒന്ന് പരിശോധിക്കുക. എന്റെ പോക്ക് അത് എങ്ങോട്ടാണ്? എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ഇണ, എന്റെ സമ്പാദ്യം, എന്റെ ജോലി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനെ തൊട്ട് എന്നെ തടയുന്നുണ്ടോ? എന്നെ ശ്രദ്ധ തിരിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന ചിന്ത ഉണ്ടാകാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ ഹംദ والشكر لله شكرا شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وأوصيكم ثانيا بتقوى الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നമ്മളെ ദുനിയാവിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മളെ തടയാതിരിക്കണം. സൂറത്ത് അഅറാഫിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ, പറയുക പ്രവാചകരെ, മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ക്. പറയുക പ്രവാചകരെ, അള്ളാഹുവിന്റെ അടിയാന്മാർക്ക് വേണ്ടി അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അലങ്കാരത്തെയും വിശിഷ്ടമായ ആഹാര വസ്തുക്കളെയും നിഷിദ്ധമാക്കിയത് ആരാണ്? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഹലാലുകളാണ്, അത് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ അല്ലാഹു തആല നമുക്ക് സീനത്തായി നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ആ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഏതാണ് ആ പരിധി? ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് തടയുന്നതിലേക്ക് ഈ കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല. എന്നാൽ ഇവയെല്ലാം അല്ലാഹു തആല നമുക്ക് ഹലാലാക്കി തന്ന കാര്യങ്ങളാണ്. നമ്മുടെ ദുനിയാവിലുള്ള സീനത്താണ്, അലങ്കാരമാണ്. പക്ഷേ അത് മറ്റൊരു തരത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള സ്വഹീഹുൽ ബുഖാരിയിലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന ശൈത്താന ഖഅദ ലിബ്നി ആദമ ഫീ തരീഖിൽ ഈമാൻ. ശൈത്താൻ എന്തെയും മനുഷ്യന്റെ ഈമാന്റെ വഴിയിൽ അവൻ ഇരിക്കും. എന്നിട്ട് അവൻ പറയും, അതുഅ്മിൻ, നീ വിശ്വസിക്കുകയാണോ? വതത്രുക് ദീന ആബാഇക്, നിന്റെ പിതാക്കന്മാരുടെ മതം നീ ഉപേക്ഷിക്കുകയാണോ? അപ്പൊ ആ വിശ്വാസി എന്ത് ചെയ്യും? അത് കേൾക്കൂല, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കും. പിന്നെ അവൻ ഹിജറയുടെ വഴിയിലിരിക്കും. അവിടെ നിന്നും അവൻ വസ്വാസ് നടത്തും. നീ നിന്റെ കുടുംബത്തെയും നിന്റെ ധനവും ഉപേക്ഷിച്ചുകൊണ്ട്
അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണോ എന്ന് ചോദിക്കും. ഈ ചോദ്യം നമ്മുടെ മറ്റൊരു രൂപത്തിലാ ചോദിക്കുക. നമ്മള് ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നിന്റെ കുടുംബത്തെയും നിന്റെ സ്വത്തുമൊക്കെ വിട്ടിട്ട് നീ എവിടേക്കാ പോകുന്നത്? അവരുടെ സന്തോഷത്തെ നീ വകവെക്കാതെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കും. അതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ ഹിജറയുടെ മാർഗത്തിൽ പുറപ്പെടും. ഇനി അവൻ ജിഹാദിന്റെ മാർഗത്തിലിരിക്കും. നീ ജിഹാദിൽ ചെയ്തുകൊണ്ട് നിന്റെ നഫ്സിനെ നീ കൊല്ലുകയാണോ? എന്നിട്ട് നിന്റെ സ്ത്രീകളെ മറ്റുള്ളവർ വിവാഹം കഴിക്കും. നിന്റെ ധനം ബാക്കിയുള്ള ആളുകൾക്ക് വിഭജിച്ച് കൊടുക്കപ്പെടും. ഈ കാര്യങ്ങളൊക്കെ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഈ രൂപത്തിൽ ശൈത്താന്റെ വസ്വാസുകൾ അത് നമ്മുടെ മനസ്സിലുണ്ടാക്കും. അല്ലെങ്കിൽ ഈ രൂപത്തിൽ ദീനിൽ നിന്ന് തടയാനുള്ള വേറെ ചില മാർഗങ്ങൾ നമ്മുടെ മക്കൾ അവർ നമ്മോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഇണകൾ നമ്മോട് പറയും. ഈ രൂപത്തിൽ പറയും. അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, അള്ളാന്റെ മേലിൽ ഹക്കായിട്ട് വരുമെന്തേ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക, സമയം കണ്ടെത്തുക. ജീവിതത്തെ പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ,